ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ് നാടറിയാൻ. വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് കൂടുതലും പോയിന്റുകൾ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മാതൃവന്ദനം എന്ന് പറയുന്ന കവിതയിലെ 4 വരിയാണ്. നോക്കിക്കേ. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛപ്തി മണൽ തിട്ടാം പാദോപാതാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. എന്താ വരിയുടെ അർത്ഥം? കിഴക്ക് ദിശയിൽ പച്ച വിരിച്ച സഹ്യനിൽ തലവെച്ചും പടിഞ്ഞാറു ഭാഗത്ത് നീണ്ടു കിടക്കുന്ന കടൽ തീരത്തിലെ മണൽത്തിട്ടകളിൽ കാൽപാദങ്ങൾ വെച്ചും വടക്കുഭാഗത്ത് ഗോകർണത്തിലും തെക്കുഭാഗത്ത് കന്യാകുമാരിയിലും ഇരു കൈകളും നീട്ടിവെച്ച് ഉറങ്ങുന്ന കേരള മാതാവിന് സ്തുതി. അപ്പോൾ കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചേക്കുന്ന ഒരു കവിതയാണിത്. നോക്കിക്കേ. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഭൂപ്രദേശം എത്രത്തോളം മനോഹരമാണെന്നാണ് പറയുന്നത്. ഓക്കെ. വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. നമ്മൾ അതിലേക്കാണ് ഇനി പോകുന്നത്. നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു രൂപരേഖ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ അതിർത്തി, പഞ്ചായത്ത് അതിർത്തി, റെയിൽപാത, നദി എന്നിവയൊക്കെ ഈ രൂപരേഖയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ തോതൊന്നും കറക്റ്റ് ആയിട്ടുള്ളതല്ല. ജസ്റ്റ് ഒരു രൂപരേഖ നമ്മളെ കാണിച്ചേക്കുക. നോക്കിക്കേ. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാ? ഇവിടെ ഒരു നദി കാണിച്ചിട്ടുണ്ട്. പ്രധാന നദി ഏതാണ്? ഭാരതപ്പുഴയാണല്ലേ. ഓക്കെ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാ? അവിടെ കാണിച്ചേക്കുന്ന പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ഏതാണ്? ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് പോകുന്നത് റെയിൽപാത നമ്മൾ കാണുന്നുണ്ട് അല്ലേ. റെയിൽപാതയാണ് കാണുന്നത്. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. അപ്പോൾ പുഴയിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ജലഗതാഗതത്തിന് വേണ്ടിയിട്ടും മത്സ്യബന്ധനത്തിനും എന്തോ ചെയ്യുന്നുണ്ട്? പുഴയെ അവർ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടം കാണിച്ചിട്ടുണ്ട്. ഓക്കെ. കേരളത്തിന്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്: തീരപ്രദേശം, ഇടനാട്, മലനാട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ. തീരപ്രദേശത്തിന്റെ 7.5 മീറ്ററിൽ താഴെയാണ്. 7.5 മീറ്ററിൽ താഴെയാണ്. ഇടനാടിൻ്റേത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇടനാടിന്റെ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. മലനാടിൻ്റേത് 75 മീറ്ററിന് മുകളിലാണ്. ഓക്കെ. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണേ. ശരി. ഇനി നോക്കിക്കേ. ഇവിടെ ലക്ഷദ്വീപ് കടല് കാണിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാ? ഇവിടെ ആ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന ഏതാണ്? തീരപ്രദേശമാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. അതുപോലെ തന്നെ കർണാടകത്തോടും തമിഴ്നാടിനോടും ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? പച്ച കളർ കാണിച്ചേക്കുന്ന ഏതാ? മലനാടാണ് അല്ലേ. മലനാടാണ് കർണാടകത്തോടും തമിഴ്നാടിനോടും ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ഓക്കെ. നോക്കിക്കേ. മലനാട് കേരളത്തിന്റെ കിഴക്കൻ അതിരായി നിലകൊള്ളുന്നതാണ് മലനാട്. കിഴക്കൻ അതിരായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. അപ്പോൾ എന്താണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്. എന്താണ്? ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ
ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. മലനാട്ടിൽ നിന്നാണ് 44 നദികളും ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ 44 നദികളും. ഓക്കെ, ഈ ഭൂപ്രകൃതിയിൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ്. എന്താ പറയുന്നേ? മലനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ്. ഉയരം എത്രയാ? 2695 മീറ്റർ ആണ്. സമുദ്ര സാമീപ്യം ഇല്ലാത്തതിനാൽ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ആർദ്രത കുറവാണ്. സമുദ്ര സാമീപ്യം ഇല്ലാത്തതിനാൽ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ആർദ്രത കുറവാണ്. തേയില, ഏലം, ഇഞ്ചി, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നു. കൃഷി ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. തേയില, ഏലം, ഇഞ്ചി, കുരുമുളക്. ഓക്കെ, നോക്കിക്കേ, ഇടനാട് എന്താണ്? മലനാടിനും തീരദേശ പ്രദേശത്തിനും ഇടയിലാണ് എന്ത് കാണുന്നത്? ഇടനാട് കാണുന്നത്. കാർഷിക വൈവിധ്യം കൊണ്ടും ജലസാന്നിധ്യം കൊണ്ടും സമ്പന്നമാണ് ഈ പ്രദേശം. ചെങ്കൽ കുന്നുകൾ ഈ ഭൂപ്രകൃതിയിൽ കൂടുതലായി കാണാം. ചെങ്കൽ കുന്നുകൾ. ലാറ്ററൈറ്റ് മണ്ണാണ് ഈ പ്രദേശത്തിലെ പ്രധാന മണ്ണിനം. ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാട്ടിലെ പ്രധാന മണ്ണിനം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. എന്താ പറയുന്നത്? ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. നോക്കിക്കേ, തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ മിക്കതിനും എന്താ 7.5? അപ്പൊ രണ്ടിനും 7.5 ഉണ്ട്. പിന്നെന്താണ്? മലനാടിനാണ് 75 മീറ്റർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് എന്താ തിരിഞ്ഞൊന്നും പോവരുത്. ഓക്കെ, കേരളത്തിന്റെ പടിഞ്ഞാറ് അതിരായ ഭൂപ്രകൃതി ആണ് തീരപ്രദേശം. കേരളത്തിന്റെ പടിഞ്ഞാറ് അതിരാ കേട്ടോ. കേരളത്തിന്റെ പടിഞ്ഞാറ് അതിരായ ഭൂപ്രകൃതിയാണ് തീരപ്രദേശം. എക്കൽ അടിഞ്ഞുണ്ടായ സമതലങ്ങൾ, മണൽപ്പരപ്പുകൾ, കടൽ തീരം, കായലുകൾ, വെള്ളക്കെട്ടുകളെല്ലാം ഉൾപ്പെട്ടതാണ് തീരപ്രദേശം. എന്താ പറയുന്നേ? എക്കൽ അടിഞ്ഞുണ്ടായ സമതലങ്ങൾ, മണൽപ്പരപ്പുകൾ, കടൽ തീരം, കായലുകൾ, വെള്ളക്കെട്ടുകൾ എല്ലാം ഉൾപ്പെട്ടതാണ് തീരപ്രദേശം. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് തീരപ്രദേശം കൂടുതലുള്ളത്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് തീരപ്രദേശം കൂടുതലുള്ളത്. കേരളത്തിന്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളുണ്ട്. നോക്കിക്കേ, ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ 2 മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം. നമുക്കിപ്പോൾ തുലാവർഷ സമയമായിരുന്നു അല്ലേ? അപ്പോൾ തുലാവർഷമൊക്കെ കഴിഞ്ഞു. നോക്കിക്കേ, കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. സ്കൂൾ കുട്ടികളുടെ എന്താണ് അവധി സമയം അല്ലേ? വേനൽ അവധി മാർച്ച് മുതൽ മെയ് വരെ. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രത കുറച്ച് ആശ്വാസം നൽകുന്നു. ഇനി നോക്കിക്കേ, മൺസൂൺ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ
തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്കുകിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കാലവർഷവും തുലാവർഷവും എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൺസൂൺ കാറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം വായിച്ച് മനസ്സിലാക്കണേ. നോക്കിക്കേ, കേരളത്തിലെ മഴക്കാലങ്ങൾ. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. ജൂണിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം. കേരളത്തിൽ ഇതിനെ ഇടവപ്പാതി എന്ന് വിളിക്കുന്നുണ്ട്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലൂടെയാണ് ലഭിക്കുന്നത്. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്കുകിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം. എന്താ പറയുന്നത്? ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്കുകിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം. തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ പെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, കേരളത്തിലെ മണ്ണ് നമ്മൾ ഇനി നോക്കാൻ പോന്നേ. ഇവിടെ മണ്ണെഴുത്ത് 2008-2009 ഒരു കവിത കാണിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ്. ഇപ്പോൾ ഇത് എന്താണ്, ഏതൊരു സിനിമയിലും എന്തോ ഉണ്ട്. അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ടുണ്ട്. എന്താണ്? അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ള ഒരു വസ്തുവായ എന്ത്? മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല, അല്ലേ? മണ്ണിലാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ മണ്ണിലാണ് സസ്യങ്ങൾ വളരുന്നത്. സസ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മണ്ണ് പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. നോക്കിക്കേ, എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? നമ്മളിനി അതാ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. പെട്ടെന്നാണോ മണ്ണ് പൊടിയുന്നത്? അല്ല, പാറയാണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ട് നടക്കുന്നതാണ്. അപ്പം മണ്ണ് പൊടിയണമെങ്കിൽ എങ്ങനെയാണ്? പല പ്രോസസ്സുകളുണ്ട്. അത് കാലങ്ങൾ എടുത്താണ് പാറകൾ പൊടിഞ്ഞ് മണ്ണാവുന്നത്. ഓക്കെ, നോക്കിക്കേ, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മ ജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നോക്കിക്കേ, കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ നോക്ക്. ചെങ്കൽ മണ്ണ്, അത് ലാറ്ററൈറ്റ് മണ്ണെന്നൊക്കെ പറയുന്നുണ്ട്. ചെമ്മണ്ണ്, റെഡ് സോയിൽ അല്ലെങ്കിൽ ചുമന്ന മണ്ണെന്നൊക്കെ പറയും. പിന്നെ എന്താണ്? എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. ഇനി നോക്കിക്കേ, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ചെങ്കൽ മണ്ണിനെ കുറിച്ച് പറയുന്നത് നോക്കിക്കേ. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ചെങ്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ലഗുണമാണ് കൂടുതലുള്ളത്. എന്താ? നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ലഗുണമാണ് കൂടുതലുള്ളത്. കുമ്മായം ചേർത്ത് കൃഷി ചെയ്യണം. അമ്ലഗുണം ഉള്ളതുകൊണ്ടാണ് കുമ്മായം ചേർത്ത് കൃഷി ചെയ്യണം. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമാണ്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമാണ്. നോക്കിക്കേ, ഓണാട്ടുകര മണ്ണ്, ചാര നിറത്തിലുള്ളതും
ജൈവാംശം കുറവുള്ളതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് ഓണാട്ടുകര മണ്ണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയും ഓണാട്ടുകര മണ്ണിൽ കൃഷി ചെയ്യാം. നോക്കിക്കേ, ചെമ്മണ്ണ് കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുമപ്പ് നിറത്തിൽ കാണുന്നു. സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. എന്താണ്? ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ചെമ്മണ്ണ്, ചുവന്ന മണ്ണ്. ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ. സമീകൃത വളപ്രയോഗത്തിലൂടെയാണ് ഇവയൊക്കെ കൃഷി ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, എക്കൽ മണ്ണ് നദീതീരങ്ങളിൽ കാണപ്പെടുന്നു. നദീതീരങ്ങളിലാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. എവിടെയാ? നദീതീരങ്ങളിൽ. വെള്ളപ്പൊക്കത്തിനു ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ്. വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായി കാണാം. വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായി കാണാം. നല്ല ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. നെല്ല്, തെങ്ങ്, വാഴ. ഇനി നോക്കാം, വനമണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% വനമണ്ണാണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% വനമണ്ണാണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മരമൊക്കെ വെട്ടിക്കളയുമ്പോൾ എന്താണ്? മണ്ണ് ഒലിച്ചു പോകും. മരങ്ങൾ നട്ട് പിടിപ്പിച്ചെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? മണ്ണ് ഒലിച്ചു പോകാതിരിക്കത്തുള്ളൂ. അപ്പം മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുമ്പോൾ മണ്ണെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ ഈ വനമണ്ണ് അങ്ങനെ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി നോക്ക്, കറുത്ത മണ്ണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണ് എന്ത്? കറുത്ത മണ്ണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണ് ഇത് കറുത്ത മണ്ണ്. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്നു. എന്താ? മഴയുള്ളപ്പോൾ, അതായത് നനയുമ്പോൾ അതെന്ത് ചെയ്യും? കുതിർന്ന് വികസിക്കും. വേനലാകുമ്പോൾ എന്തോ ചെയ്യും? വിണ്ടുകീറും. എന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്? പരുത്തി, കരിമ്പ്, നിലക്കടല. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. അടുത്ത നോക്ക്, പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണ് കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിനം കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. പീറ്റ് മണ്ണ് കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിനം കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. പീറ്റ് മണ്ണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അതിലെ ഒരു ഭാഗം ഇവിടെ കാണിച്ചേക്കണേ. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. നോക്കിക്കേ, ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻകല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ? അദ്ദേഹത്തിന്റെ മകൾക്ക് അയച്ച കത്താണ്. അപ്പോൾ മകളോട് പറയുകയാണ് അദ്ദേഹം അത്. മുനയും മൂലയും ഇല്ലാതെ അത് ഉരുണ്ടു മിന്നുന്ന കല്ലായി തീർന്നതെങ്ങനെ? ഒരു വലിയ കല്ല് ചെറുകഷ്ണങ്ങൾ ആക്കി പൊട്ടിച്ചാൽ അതിന്റെ ഓരോ കഷ്ണവും പരുപരുത്തതും മുനയും മൂലയും ഉള്ളതും ആയിരിക്കും. അത് ഒരിക്കലും ഉരുണ്ടു മിനുത്ത കല്ലായിരിക്കുകയില്ല. ആ കല്ല് ഇങ്ങനെ ഉരുണ്ടു മിന്നുന്നതായി തീർന്നത് എങ്ങനെ? നോക്കിക്കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിന്റെ കഥ നിന്നോട് പറയും. പണ്ട് വളരെ കാലം മുമ്പ് അതും ഒരു വലിയ പാറയിൽ നിന്നോ വലിയ ഒരു കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുത്ത ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷ്ണമായിരുന്നു. അത് ഏതോ മലഞ്ചെരുവിൽ കിടന്നിരുന്നതാവാം. അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി. ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിലെത്തിച്ചു. ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. അങ്ങനെ അതിന്റെ മൂലകൾ തേഞ്ഞു പോവുകയും പരുപരുത്ത പുറം മിനുസവും മിന്നിച്ചയുള്ളതുമായി. നദി എങ്ങനെയോ ഇട്ടേച്ചു പോയ ഒരു കല്ലാണ് നീ കണ്ടത്. നദിയിൽ തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ അത്
ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കാനും മണൽമാളിക പണിയാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമാവുകയും ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കൽക്കഷണത്തിന് ഇത്രയെല്ലാം പറയാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റ് അനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കാനാകും. ഓക്കെ, ഇവിടെ എന്താ ഒരു കല്ല് എങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. ഒരു പാറ കഷ്ണത്തിൽ നിന്ന് ഒരു കല്ല് ചെറിയൊരു കല്ലായി മാറുന്നത്. അതോടൊപ്പം അത് മണൽത്തരിയാകുന്ന ആ ഒരു സന്ദർഭവും പറയുകയാണ്. ഇവിടെ നോക്കിക്കേ, എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? മണ്ണ് നശിക്കുന്ന ചില സാഹചര്യങ്ങളാണ് കാണുന്നത്. അമിത രാസവള കീടനാശിനി പ്രയോഗം മൂലം എന്ത് സംഭവിക്കും? മണ്ണിന്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടും. അതുപോലെ തന്നെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തട്ടുമ്പോൾ എന്ത് ചെയ്യും? അത് ജീർണിക്കാതെ മണ്ണിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അതുപോലെ തന്നെ അശാസ്ത്രീയ ഖനന പ്രവർത്തനം, പിന്നീട് എന്താണ് അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മണ്ണൊലിപ്പുണ്ടാകും. പിന്നീട് മണ്ണിന്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടും. നമുക്ക് കൃഷി ചെയ്യാനൊന്നും യോഗ്യമായിട്ട് വരത്തില്ല, അല്ലേ? സസ്യങ്ങൾ മണ്ണിൽ വളരത്തില്ല. ഇവിടെ നോക്കിക്കേ, മണ്ണ് സംരക്ഷണത്തിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടൽക്കാടുകള്, കയർഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷി ഇവയൊക്കെ മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെ മിശ്രകൃഷി, വിളപരിവൃത്തി ഇവയൊക്കെ മണ്ണൊലിപ്പ് തടയുന്ന പ്രധാന പരിഹാര മാർഗങ്ങളാണ്. അതുപോലെ തന്നെ പുലിമുട്ട് നിർമ്മാണം, വനവൽക്കരണമൊക്കെ മണ്ണൊലിപ്പ് ഒരുപാട് തടയും. ശരി, ഇനി നോക്കിക്കേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ലേ, ഡിസംബർ 5 ലോക മണ്ണ് ദിനം. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, കേരളത്തിലെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാ? പുഴകളുണ്ട്, നീരുറവകളുണ്ട്, കുളമുണ്ട്, കിണറുണ്ട്, പിന്നെന്താ അരുവിയുണ്ട്, ഭൂഗർഭജലമുണ്ട്, അല്ലേ? കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. എങ്ങനെയാ? കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിയിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇത് കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. നമ്മൾ കണ്ടായിരുന്നു, അല്ലേ? എത്ര നദികളുണ്ട് കേരളത്തിൽ? 44. അവ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്, അല്ലേ? ഇവയിൽ 3 നദികൾ കിഴക്കോട്ടാണ്. 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ എങ്ങോട്ടാ? പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. കേരളം പൊതുവെ ജലസമൃദ്ധമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ ചരിവ് മൂലം കേരളത്തിലെ നീരുറവകളിലെ ജലം വളരെ വേഗം അറബിക്കടലിലെത്തുന്നു. കേരളം പൊതുവെ ജലസമൃദ്ധമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ ചരിവ് മൂലം കേരളത്തിലെ നീരുറവകളിലെ ജലം വളരെ വേഗം എവിടെ എത്തുന്നു? അറബിക്കടലിലെത്തുന്നു. പിന്നെ ടെക്സ്റ്റിൽ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, ജലസമൃദ്ധി. അത് നമ്മൾ ICT സാധ്യത ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ജലസമൃദ്ധി, മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത. ഓക്കെ, 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുന്നുവെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നു. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ഒരു ചെറിയ അളവ് മാത്രമാണ് ശുദ്ധജലത്തിൻ്റെത്. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഇവിടെ നോക്കിക്കേ, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന ചിത്രങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ? വേസ്റ്റുകൾ കൊണ്ട് നദികളിലോ പുഴകളിലോ കൊണ്ട് തട്ടും.
അതുപോലെ തന്നെ ഫാക്ടറികളിലെയോ അല്ലെങ്കിൽ വീടുകളിലെയോ മാലിന്യജലങ്ങളെല്ലാം എന്ത് ചെയ്യും? പുഴയിലേക്കോ അരുവിയിലേക്കോ ഒക്കെ ഒഴുക്കി വിടും അല്ലെ, നദികളിലേക്കൊക്കെ ഒഴുക്കി വിടും. അങ്ങനെയാണ് നമ്മൾ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത്. അടുത്ത് നോക്കിയേ, ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നോക്കിക്കേ, ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. പദ്ധതി നോക്ക്, ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരള മിഷൻ, മാലിന്യമുക്തം നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽ ജീവൻ മിഷൻ, കേന്ദ്ര സർക്കാരിൻ്റെത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ്റെയാണ്. മാലിന്യമുക്ത നവകേരളവും തെളിനീരൊഴുകും നവകേരളം വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണെന്ന് ഓർക്കുക. ജൽ ജീവൻ, ഒരു ഹിന്ദിയിലല്ലേ പറയുന്നത്, ജൽ ജീവൻ മിഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയാണെന്ന് ഓർക്കുക. ഇവിടെ നോക്കിക്കേ, വ്യത്യസ്ത തരത്തിലുള്ള കാർഷിക വിളകളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി നോക്കുന്നത് കേരളത്തിന്റെ വിളവൈവിധ്യത്തെക്കുറിച്ചാണ്. നോക്കിക്കേ, ആദ്യത്തെ ചിത്രത്തിൽ എന്താ? നെൽകൃഷിയാണ് കാണിച്ചേക്കുന്നത്. പിന്നെന്താണ്? റബ്ബർ തോട്ടം കാണിച്ചിട്ടുണ്ട്. പിന്നീട് തെങ്ങ് കാണിച്ചിട്ടുണ്ട്. പിന്നെന്താ കാണിച്ചേക്കുന്നത്? തേയിലത്തോട്ടം കാണിച്ചിട്ടുണ്ട്. റബ്ബർ കൃഷി കടൽ തീരത്തിന്റെ സൈഡിലൊക്കെ പറ്റുമോ? കടൽ തീരത്തോടൊക്കെ ചേർന്ന് നടക്കുമോ റബ്ബർ കൃഷി? ഇല്ല. തേയില എല്ലാ മേഖലകളിലും വെച്ചുപിടിപ്പിക്കാൻ പറ്റുമോ തേയില? ഇല്ല. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയെ ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. നോക്കിക്കേ, ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും എന്താണ് കൃഷി? നെൽകൃഷി വ്യാപകമാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും എന്താണ്, കാലാവസ്ഥയ്ക്കും മണ്ണിന്റെ വ്യത്യാസത്തിനനുസരിച്ചൊക്കെയാണ് ഓരോ കൃഷികൾ ചെയ്യുന്നത്. ഓക്കെ, കാലാവസ്ഥയും ഭൂപ്രകൃതിയും മണ്ണും ഒക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നു. എന്തൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതലും തണുത്ത കാലാവസ്ഥയും ചരിവാർന്ന ഭൂപ്രകൃതിയും. അപ്പോൾ അതൊക്കെ മലനാടിന്റെ പ്രത്യേകതയാണ്. അത് കാരണം ഏതൊക്കെ കൃഷികളൊക്കെ ചെയ്യാൻ സാധിക്കും? തേയില, ഏലം, കാപ്പി, കുരുമുളക് എന്നീ വിളകൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. നോക്ക്, അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. അപ്പോൾ ഇടനാട്ടിൽ എന്തൊക്കെയാണ്? ഇടനാട്ടില് വാഴകൃഷി, റബ്ബർ, അതുപോലെ തന്നെ മരച്ചീനി, ചേമ്പ്, ചേന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തീരപ്രദേശത്തെ പ്രത്യേകത എന്താണ്? തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. തീരപ്രദേശത്ത് എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ തെങ്ങ് സമൃദ്ധമായി വളരാൻ അവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. അതുപോലെ തന്നെ എന്താണ്? കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം? അനുകൂലമായ ഭൂപ്രകൃതി വേണം, വളക്കൂറുള്ള മണ്ണ് വേണം, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പിന്നെ എന്താണ്? ജലലഭ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം.
ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്കനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥകളും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. നമുക്കറിയാം ഓണം എന്താണ്? ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ തന്നെയാണ് വിഷുവും, അല്ലേ? വിഷുവും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മൈക്രോഗ്രീൻ. ചില പ്രത്യേക ഭക്ഷ്യവിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന രീതി. പൂർണ്ണ വളർച്ച എത്തിയ ചെടികളേക്കാൾ 5 മടങ്ങിലേറെ പോഷകാംശം ഇതിനുണ്ട്. ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയ ഇനങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാം. സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഈർപ്പം കുറവായ വായുസഞ്ചാരം കൂടുതലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാം. വീട്ടിനുള്ളിലാണ് വളർത്തുന്നതെങ്കിൽ ജനാലയ്ക്കരികിലാണ് ഉചിതം. നീർവാർച്ചാ സൗകര്യത്തിനായി അടിയിൽ ദ്വാരമിട്ട ട്രേകൾ, മൺചട്ടികൾ എന്നിവ മൈക്രോഗ്രീനുകൾ വളർത്താൻ ഉപയോഗിക്കാം. കമ്പോസ്റ്റ്, ജൈവവളം, ചാണകം, ചകിരിച്ചോറ് എന്നിവ ചേർന്ന മിശ്രിതം വളർച്ചാ മാധ്യമമായി ഉപയോഗിക്കാം. നോക്കിക്കേ, കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യവിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. താറാവ് വളർത്തൽ, മീൻപിടുത്തം, തേൻ ശേഖരണം, കയർ വ്യവസായം എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. നോക്കിക്കേ, ഈ ചിത്രത്തിലൂടെ എന്താ കാണാൻ സാധിക്കുന്നത്? തൊഴിലും ഭൂപ്രകൃതിയുമാണ്. കണ്ടോ? ഓക്കെ, നോക്കിക്കേ, നമ്മുടെ ഭൂപ്രകൃതിയും അതിനനുസരിച്ചുള്ള തൊഴിലുമാണ്. മലനാട്ടില് എന്താണ്? തേയില, റബ്ബർ, കാപ്പി. ഇടനാട്ടിലെ തെങ്ങ് കൃഷി, റബ്ബർ, നെൽകൃഷി. തീരപ്രദേശത്ത് മത്സ്യബന്ധനം, നെൽകൃഷി. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാം എന്താണ് മുണ്ടകയിലൊക്കെ ഉണ്ടായ ആ ഒരു ദുരന്തത്തെക്കുറിച്ച്, അല്ലേ? വയനാട്ടിൽ ഉണ്ടായത്. ഇവിടെ കാണിച്ചേക്കുന്ന ചിത്രം നോക്ക്. പ്രകൃതി ദുരന്തത്തിന്റെ ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കിക്കേ, ചുഴലിക്കാറ്റ്, കാട്ടുതീ, പ്രളയം, സുനാമി, ഉരുൾപൊട്ടൽ, ഭൂമികുലുക്കം ഇവയൊക്കെ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളാണ്, അല്ലെ? മനുഷ്യനെ കൊണ്ടോ ഒന്നും ഇതിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, തടയാനായിട്ട് സാധിക്കത്തില്ല. നമ്മളിപ്പോൾ കണ്ടായിരുന്നു വയനാട്ടിലുണ്ടായ ആ ദുരന്തത്തെക്കുറിച്ച്, അല്ലേ? 2004 ഉണ്ടായ സുനാമി, 2018 പ്രളയം, 2019 പ്രളയം, 2019 2020 ഉണ്ടായ ഉരുൾപൊട്ടലുകളെല്ലാം എന്താണ്? ജനജീവിതം ദുരിതത്തിലാക്കി. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. ദുരന്ത നിവാരണവും ലഘൂകരണവും. നോക്കിക്കേ, നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം. ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ. കടലിന്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ വീടുകളിലേക്ക്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ. ഇവയൊക്കെ എന്താണ്? വാർത്താ തലക്കെട്ടുകളാണ്. അന്ന് എന്താണ്? പ്രളയം ഉണ്ടായപ്പോഴൊക്കെ മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു, അല്ലേ? പ്രളയ സമയത്ത്. അതുപോലെ തന്നെ എന്താണ്? ഉരുൾപൊട്ടൽ സമയത്ത് വീടും നാടും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട്
ജനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനെ സഹായിക്കാനായിട്ട് ഒരുപാട് ജനങ്ങൾ മുന്നോട്ടിറങ്ങി, സർക്കാർ സഹായിച്ചു അല്ലേ. ഇനി നോക്കിക്കേ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ ഒരു വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. ഒരു കുറിപ്പ് വായിക്കാം. കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിയിലാണ് അനു താമസിക്കുന്നത്. 8 ദ്വീപുകൾ അടങ്ങിയ ഈ പ്രദേശം കല്ലടയാറിന്റെയും അഷ്ടമുടിക്കായലിന്റെയും സംഗമ സ്ഥാനത്ത് തീരത്തായിട്ടാണ് ഉള്ളത്. ഈ വില്ലേജിന്റെ 80% പ്രദേശവും വെള്ളക്കെട്ടും വേലിയേറ്റവും മൂലം ഭീഷണിയിലാണ്. ശക്തമായ വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം നിത്യസംഭവമാണ്. കടത്തുവഞ്ചികളെയാണ് പ്രദേശത്തുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. സ്കൂളിലേക്കുള്ള അനുവിന്റെ യാത്ര അപകട സാധ്യതയേറിയതാണ്. ശക്തമായ കാറ്റ്, മഴ ഇവയുള്ളപ്പോൾ അനുവും കൂട്ടുകാരും ആശങ്കയോടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് അവര് തയ്യാറെടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്, നീന്തൽ പരിശീലനം ഉണ്ടായിരിക്കണം, സുരക്ഷാ വസ്ത്രം ഉണ്ടായിരിക്കണം, അപായ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരിക്കണം. എങ്കിലേ ഈ ഒരു പ്രശ്നത്തെ അവർക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമുള്ള മുന്നൊരുക്കങ്ങൾ. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുക. ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ദുരന്താനന്തര പ്രവർത്തനം. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. നോക്കിയേ, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും നോക്കിക്കേ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, നോക്കിക്കേ, നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾ കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത്. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.